ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഗ്ലോ അപ്പ് വിത്ത് സാൻഡി. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ മുടിയിൽ ജസ്റ്റ് ഇന്നലെ ഡ്രൈ സ്കാൽപ്പ് മസാജ് ചെയ്തിട്ടുണ്ട്. അതായത് 3-4 ദിവസമായിട്ട് ഞാൻ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇന്ന് ഞാൻ ജസ്റ്റ് ഇത് ഷാംപൂ ഒക്കെ ഇട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അലോവേറ ജെൽ ഉള്ള ഒരു ഷാംപൂ ആണത്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ സ്കാൽപ്പായിട്ട് ഡെയിലി മസാജ് ചെയ്യാം. ഓക്കെ, അതിലൊന്നും പ്രശ്നമില്ല. അതിൻ്റെ കൂടെ തന്നെ ബാലയാമ യോഗ ചെയ്യണം. നിങ്ങൾക്ക് എപ്പോഴൊക്കെ ടൈം കിട്ടുമോ അപ്പോൾ. പിന്നെ അടുത്തത് പറയാനായിട്ടുള്ളത്, നന്നായി വെള്ളം കുടിക്കണം. ഓക്കെ, മഴക്കാലമായാലും ശരി, ഇല്ലാത്തപ്പോഴും ഫുഡ് ഐറ്റംസിലൊക്കെ നിങ്ങളൊന്ന് നന്നായി ശ്രദ്ധിക്കണം. ഓക്കെ, ഇത് ഏത് ടൈപ്പുള്ള മുടി ആയാലും ശരി, അതായത് ഡ്രൈ ഹെയർ ആവാം, പിന്നെ കർലി ഹെയർ ആവാം, പിന്നെ ഫ്രിസി ഡാമേജ്ഡ് ഹെയർ ആവാം, ഇങ്ങനെ പല സ്ട്രെയിറ്റ് ഹെയർ ആവാം, നോർമൽ ഹെയർ ആവാം. എല്ലാ ഹെയർ ടൈപ്സ്കാർക്കും നിങ്ങൾ ഫുഡിൽ ശ്രദ്ധിച്ചാൽ തന്നെ അത് ഉള്ളിലത്തെ സെൽസ്, അതായത് നമ്മുടെ ശരീരത്തിലത്തെ സെൽസൊക്കെ റീജ്യുവനൈറ്റായിട്ട് ഫ്രഷായിട്ട് ന്യൂ സെൽസ് ഉണ്ടാവുമല്ലോ. അപ്പം സ്കാൽപ്പിൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഇത് ഫുഡ് പറഞ്ഞാൽ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ളത് ഫുഡ്സൊക്കെ എടുക്കുമ്പോൾ, ഇൻടേക്കായിട്ട് എടുക്കുമ്പോൾ എന്താവുമെന്ന് വെച്ചാൽ ഹെയർ ഫോളിക്കൽസ് സ്ട്രെങ്തൻ ആവും. സ്കാൽപ്പ് ഹെൽത്ത്, അതായത് ഇവിടെ ഇങ്ങനെ സ്കാൽപ്പ് ഉണ്ടല്ലോ, ഈ ഭാഗം ശിരോചർമ്മം എന്ന് പറയുമല്ലോ, അതും നല്ല സ്മൂത്തായി വെക്കാനും ഹെൽത്തി ആയിട്ട് വെക്കാനും ഇതൊക്കെ സഹായിക്കുന്നതാണ്. വെള്ളം നന്നായി കുടിക്കുക, എപ്പോഴും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഹെയർ കെയർ ചാലഞ്ച് എടുക്കുമ്പോഴും ഇല്ലാത്തപ്പോഴും മേക്ക് ഷുവർ ദാറ്റ് എവറി ഡേ യു വിൽ ഹാവ് അറ്റ്ലീസ്റ്റ് മിനിമം 8 glasses ഓഫ് വാട്ടർ ഇൻടേക്കായിട്ട് എടുക്കേണ്ടതാണ്. ഓക്കെ, അത് നിങ്ങളുടെ മുടിയിൽ പ്രശ്നം ഉണ്ടെങ്കിലും ശരി, ഇല്ലാത്തപ്പോഴും ശരി, ഈ ഒരു റൂട്ടീൻ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് വെള്ളം കുടിക്കണം, പിന്നെ നന്നായി ഭക്ഷണങ്ങളൊക്കെ നന്നായി കഴിക്കണം. അതായത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നട്ട്സ് നിങ്ങൾക്ക് ഏത് കിട്ടണോ അത്, അതായത് ബാദാം ആവാം, ഇല്ലെങ്കിൽ കാഷ്യൂ നട്ട് ആവാം. ഓക്കെ, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പറ്റിയാണെങ്കിൽ സീഡ്സും ഉൾപ്പെടുത്താവുന്നതാണ്, നിർബന്ധമില്ല. പക്ഷെ ബേസിക്കായിട്ട് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ പാലിൻ്റെ ഒരു പദാർത്ഥങ്ങൾ, അതായത് പാല്, തൈര്, പിന്നെ മോര്, ഇതൊക്കെ ഇൻടേക്കായിട്ട് എടുക്കുക. പിന്നെ ഇത് തൈരിലത്തെ ഒരു ഹെയർ പാക്കൊന്നും ഇപ്പോൾ, അതായത് ഞാൻ പറയുന്നത് സൈനറ്റിസ് പ്രോബ്ലം ഉള്ളവർക്ക്, നീർക്കെട്ടെന്ന് പറയൽ, അവർക്ക് വേണ്ടപ്പെട്ട ഒരു ഹെയർ കെയറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തൈര് നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതാണ്. അതിൻ്റെ പകരം നിങ്ങൾ മോരാണ് എടുക്കേണ്ടത് ഇൻടേക്കായിട്ട്. പിന്നെ ഒരുപാട് ലിക്വിഡ് ഐറ്റംസും എടുക്കാവുന്നതാണ്. ഓക്കെ, ഫ്രൂട്ട്സ് ആയിട്ട് സിട്രസ് ഫ്രൂട്ട് എടുക്കുക, അതായത് ഓറഞ്ച് എടുക്കാം, ഇല്ലെങ്കിൽ ആംല എടുക്കാം. ഓക്കെ, ഓരോന്ന് കഴിച്ചാൽ മതി ഡെയിലി. ഇടവിട്ട്, അതായത് ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഈ ഹെയർ കെയർ റൂട്ടീൻ എന്ന് പറയുമ്പോൾ, ഈ ഹെയർ കെയർ ചാലഞ്ച് എന്ന് പറയുമ്പോൾ 2 days once അങ്ങനെ ഏതെങ്കിലും ഒരു സിട്രസ് ഫ്രൂട്ട് ഇൻടേക്കായിട്ട് എടുക്കേണ്ടതാണ്. പിന്നെ ഇന്നത്തെ ഹെയർ കെയർ ചാലഞ്ചിൽ ഞാൻ പറയാനായിട്ടുള്ളത്, ഇതൊക്കെ കൂടെ തന്നെ ഒരു ഹെയർ കെയർ ടിപ്പാണ്. അതായത് കോഫി പൗഡർ, നന്നായി പൗഡേർഡ് കോഫി ആയിട്ടുണ്ടാവണം. നിങ്ങൾക്ക് നോർമൽ കടയിൽ ഏത് പൗഡർ ഫോമിൽ കിട്ടുമോ അത് എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ കോഫി പൗഡർ പൊടിച്ചെടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് തൈര് ഇല്ലെങ്കിൽ മോരെടുത്തിട്ട് അതിൻ്റെ കൂടെ വെളിച്ചെണ്ണ നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ സ്കാൽപ്പിലും ശരി, പിന്നെ
എൻഡ്സിലും ശരി നന്നായി മുടിയുടെ ഒക്കെ വേറൊക്കെ പെടുത്തിയിട്ട് ജസ്റ്റ് ഇങ്ങനെ എൻഡ്സിൽ എല്ലാം കിട്ടുന്നത് പോലെ ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്ത് ഒരു 20 നിമിഷം വിട്ടിട്ട് പ്ലെയിൻ വെള്ളത്തിൽ ഹെയർ വാഷ് ചെയ്യേണ്ടതാണ്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു ഹെയർ കെയർ, അതായത് ഹെയർ കെയർ ഡേ ചാലഞ്ച് ഡേ ആയിട്ടുള്ളത് 27th ആണ് നിങ്ങൾക്ക് ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, ഇത്രയൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഞാൻ ഈ ഒരു ഹെയർ കെയർ ചാലഞ്ചിൻ്റെ ഇടയ്ക്ക് സ്കിൻ കെയർ വീഡിയോസും ഇടണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂടെ റെഗുലർ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോസ് ഇടണമെന്ന് ഉദ്ദേശിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും